ഇത് ഞാൻ 110 PVC പൈപ്പാണ് ഇവിടെ ആദ്യം ഫസ്റ്റ് പ്ലാന്റ് ചെയ്തത്. അതിൽ 110 ഇപ്പം നല്ലവണ്ണം കാഴ്ച നിൽപ്പുണ്ട്. ഒരു തൈ പോലും കേട് വരാതെ ഞാൻ അന്ന് വെച്ച എല്ലാ തൈകളും വളരെ ഭംഗിയായി വളർച്ചയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ നല്ല വിളവുണ്ടായി. അത് ഒരു വലിയ അനുഭവമാണ്, ഒരു സന്തോഷമാണ്. താഴെ മുതൽ മുകളറ്റം വരെ എല്ലാ പൈപ്പിലും ഒരുപോലെ കൊടി വളർന്നു, നല്ലവണ്ണം തിരിയിട്ടു, നല്ലൊരു റിസൾട്ട് കിട്ടി. ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള കുരുമുളകാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല ഞെരുങ്ങി നല്ല തിങ്ങി നിൽക്കുന്ന മണിയാണ്. അത് നല്ല ബോൾ മുളകാണ്, വലിപ്പത്തിലും കൂടുതലാണ്, വെയിറ്റും അതനുസരിച്ചുണ്ട്. ചെടിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കുമ്പുക്കൽ കുരുമുളകിനെക്കുറിച്ച് തൈ വെച്ച ഉടനെ തന്നെ 2023 മാർച്ച് മാസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വളരെ കുഞ്ഞു തൈ ആയിരിക്കുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ഞാൻ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഞാനത് പ്ലാൻ ചെയ്തിട്ട് ഗൾഫിലോട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ വിദേശത്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ, വൈഫ്, 3 കുഞ്ഞുങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വിദേശത്തോട്ട് കടന്നുപോയത്. കുഞ്ഞുങ്ങൾ നല്ലവണ്ണം ഇതിനെ പരിപാലിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ ഇത് നട്ടിട്ട് നമ്മൾ 20 മാസമായിപ്പോൾ ഞാൻ വീണ്ടും ലീവിനായി നാട്ടിൽ വന്നു. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നല്ല ഒരു നിറഞ്ഞ അനുഭവം കാണുവാൻ ഇടയായി. വളരെ സന്തോഷത്തോടെ നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നത് കാണുവാൻ ഇടയായി. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, നല്ലവണ്ണം കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു അല്പം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും പെട്ടെന്നൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയില്ല എങ്കിലും അത് ഭാവിയിൽ നല്ലൊരു ബെനിഫിറ്റാണ്. അത് വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രവാസികളായ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയ വരുമാന മാർഗമാണ് ഈ കുരുമുളക്. മനസ്സുള്ളവർക്ക് ചെയ്യാം. അതുകൊണ്ടൊരു വീഡിയോ കൂടി ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹം തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല തിങ്ങിയിട്ടാണ് ഇതിൽ ഈ ഓരോ മണികൾ നിൽക്കുന്നത്. ഈ കുമ്പുക്കലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു വളവെന്ന് പറഞ്ഞാൽ ഇത് മണിയുടെ എണ്ണം കൂടിയിട്ട് ഇങ്ങനെ ഞെരുങ്ങുമ്പോഴത്തേനാണ് ഈ വളവ് വരുന്നത്. ഇത് ഒരെണ്ണം മാത്രമല്ല, ഈ കൊടിയിൽ നിൽക്കുന്ന മുഴുവനും ഇതേ സൈസാണ്. എല്ലാത്തിൻ്റെ വലിപ്പം ഒരുപോലെയാണ്. നല്ല വലിപ്പവും നല്ല വെയിറ്റും ഉള്ള നല്ല തിരികളാണ്. ഒരു 10 കിലോ ഉണക്കിയാൽ 4 കിലോ ഉണക്കമുളക്, ആ ഒരു ക്വാളിറ്റി കുരുമുളകിനുണ്ട്. അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിനേക്കാൾ മെച്ചമായിട്ട് കായ്ക്കാനാണ് സാധ്യത.